പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പുതിയ കാര്യം പറഞ്ഞു തരാൻ പോവാണ്. ചിലരൊക്കെ പറയാറുണ്ട്, വചനം എനിക്ക് മനസ്സിലാകുന്നില്ല, വായിച്ചിട്ട് ഇതെനിക്ക് പിടികിട്ടുന്നില്ല. അങ്ങനെയുണ്ടോ നിനക്ക്? ഇന്ന് അതിന്റെ രഹസ്യം ഈശോ പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വചനം വായിച്ചിട്ട് മനസ്സിലാകാത്തതെന്ന്? നമ്മൾ ബുദ്ധിമാന്മാരായതുകൊണ്ടാണ്. കാരണം നമ്മൾ വലിയ കാര്യങ്ങൾ ഒത്തിരിയേറെ പഠിച്ചു വച്ചിരിക്കുന്നത് കൊണ്ടാണ്. ബുദ്ധിമാന്മാരുടെ ഇടയിൽ നിന്നും, ഒത്തിരി പഠിച്ച് വെച്ചിരിക്കുന്നവരുടെ കയ്യിൽ നിന്നും ഈ ദൈവിക രഹസ്യം മാറ്റിയിരിക്കുന്നു. അവർ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ദൈവ പരിപാലനയെ കുറിച്ച് മനസ്സിലാകണമെങ്കിൽ കുഞ്ഞുങ്ങളായി മാറണം. അവർക്ക് ടെൻഷൻ ഇല്ല. കാരണം അവരെ പരിപാലിക്കുന്ന നല്ല ദൈവത്തിന്റെ സാന്നിധ്യം അവർ അനുഭവിക്കുന്നു. അവർ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടുന്നില്ല. നമ്മൾ ഒത്തിരി ചിന്തിച്ച് വശാകുന്നത് കാരണം ദൈവരഹസ്യം നമുക്ക് പിടികിട്ടത്തില്ല. വചനം മനസ്സിലാകാത്തതിന്റെ കാര്യം മനസ്സിലായല്ലോ. അതുകൊണ്ട് നമ്മൾ ദൈവ പരിപാലനയിൽ ആശ്രയിക്കുന്ന മക്കളായി മാറാം. അതിനുള്ള കൃപാവരം ലഭിക്കട്ടെ. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദീപികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.